നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് 2026 സാധ്യതയുണ്ടെന്ന് വി.ഡി. സതീശൻ പാർട്ടിയിൽ പറഞ്ഞത് എതിർക്കപ്പെടാൻ കാരണമെന്ത്? സ്വന്തമായി സർവേ നടത്താൻ ആരു പറഞ്ഞു എന്ന എതിർ ചോദ്യം ഉണ്ടായതെങ്ങനെ? മൂന്നാം ഭരണം ലക്ഷ്യമിടുന്ന ഇടതുപക്ഷത്തെ താഴെയിറക്കാൻ ഇപ്പോഴേ കൈമെയ് മറന്ന് പ്രവർത്തിക്കണമെന്നറിഞ്ഞിട്ടും സതീശൻ സുധാകരൻ, സതീശൻ ചെന്നിത്തല തർക്കം തീരാത്തതെന്തുകൊണ്ട്? സതീശന്റെ കടുംപിടുത്തവും ധാർഷ്ട്യവുമെന്ന് എതിർചേരി. പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എതിർപ്പെന്തിനെന്ന് സതീശൻ ക്യാമ്പ്. സുധാകരനെ മാറ്റിയേ തീരുവെന്ന് ഹൈക്കമാൻഡിനോട് സതീശൻ. നാണം കെടുത്തി ഇറക്കിവിട്ടാൽ മൗനിയായിരിക്കില്ലെന്ന് സുധാകരൻ. സതീശനെ മാരാമൺ കൺവെൻഷന് ക്ഷണിച്ചിട്ടില്ലെന്നു കൂടിയാകുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമാക്കുന്നത് താനാണെന്ന് തെളിയിക്കാൻ ചെന്നിത്തല. ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം പോലും വിളിക്കാനാവാതെ കോൺഗ്രസിലെ ഉൾപ്പോര് തുടരുന്നതിൽ ഘടകകക്ഷികളുടെ അസംതൃപ്തി. ജയിക്കാൻ നോക്കാതെ മുഖ്യമന്ത്രി ആരെന്നും സ്ഥാനാർത്ഥികൾ അവരവരുടെ നോമിനികൾ ആകണമെന്നുമുള്ള വാശി എന്ന് തീരും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പേരിൽ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ എം ജയചന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ആനന്ദ് കൊച്ചുകുടി. ഇപ്പോൾ പ്ലാൻ 63യെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച കാര്യമാണിത്. 2026 കോൺഗ്രസിന് മാത്രം 63 സീറ്റുകളിൽ വിജയസാധ്യതയുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ തവണ ജയിച്ച 21 പ്ലസ് 42 സീറ്റുകൾ കൂടി. അതുകൊണ്ട് ഒത്തുപിടിച്ചാൽ ജയിക്കുമെന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ചപ്പോൾ തന്നെ ഇതെവിടെ നിന്ന് കിട്ടിയ കണക്കാണ് എന്ന രീതിയിൽ എന്തുകൊണ്ട് പാർട്ടിയിൽ ഒരെതിരഭിപ്രായം ഉയർന്നു വരണം? പാർട്ടിയുടെ സാധ്യതകളല്ലേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ എന്തുകൊണ്ട് ആ എതിർപ്പ്? അത് വളരെ സിമ്പിളാണ് മഞ്ജുഷ്. അതായത് ഈ 63 സീറ്റുകൾ എന്ന് സതീശൻ പറയുമ്പോൾ ഇപ്പോൾ ഉള്ള 21 MLA-മാർ കൂടാതെ മറ്റ് സീറ്റുകളിൽ സതീശൻ്റെ തന്നെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സതീശൻ്റെ നോമിനികളെ വെക്കാനുള്ള, അല്ലെങ്കിൽ അത് പേരുകൾ സതീശൻ പ്രഖ്യാപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിൽ വരുമ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ മാറുന്നത് കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ആൾക്കാർ ഗ്രൂപ്പ് മാറുന്നത്. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഗ്രൂപ്പ് മാറുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സതീശൻ 63 സീറ്റുകൾ പറയുമ്പോൾ ബാക്കി ഒരു 30 സീറ്റുകൾ ഉണ്ടാകും. ആ 30 സീറ്റുകൾ താരതമ്യേന ജയസാധ്യത കുറഞ്ഞ സീറ്റുകളായിരിക്കും. അപ്പോൾ മറ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, അതിപ്പോൾ രമേശ് ചെന്നിത്തലയാകാം, വേണുഗോപാലാകാം, അവരുടെ ശിങ്കിടികളാകാം, അവർക്കെല്ലാം അതിൽ എതിർപ്പുണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷെ ഇവിടെ ഇതിന്റെ എല്ലാം പ്രഥമ കാരണം അത് മനസ്സിലാകാത്ത കാര്യം, മറ്റൊരു കാര്യം ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് പാർട്ടിയുടെ സാധ്യതകളല്ലേ അദ്ദേഹം പറഞ്ഞത്? പാർട്ടിയുടെ സാധ്യതകൾ പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭരണത്തിലേക്ക് വരണം എന്നുള്ളതാണല്ലോ. ഈ 63 സീറ്റുകൾ കിട്ടുമെന്ന് പറയുമ്പോൾ 63 കിട്ടും പൂർണ്ണമായിട്ടും ഉറപ്പായ ഒരു കാര്യമല്ല. അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അനുകൂലിക്കുകയല്ലേ? ഇപ്പോൾ ഒരു മുതിർന്ന നേതാവ്, അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് ഇത് പറയുമ്പോൾ അതിനെ അനുകൂലിക്കാതിരിക്കുന്നത്, സതീശൻ ഇത് വെച്ചുകൊണ്ട് എന്തോ മുതലെടുപ്പ് നടത്തും, അങ്ങനെ മുഖ്യമന്ത്രി പദമാണ് സതീശൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്, അത് നേടിയെടുക്കുവാനുള്ള ശ്രമം നടത്തും, തൻ്റെ നോമിനിയെ അവിടെ പ്രതിഷ്ഠിക്കും, ഈ പറയുന്ന സീറ്റുകളിൽ പ്രതിഷ്ഠിക്കും എന്ന രീതിയിലാണോ ഇതിനെ കാണേണ്ടത് എതിർപക്ഷം എന്ന് പറയുന്ന ഈ പറയുന്ന സുധാകരൻ പക്ഷവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയൊക്കെ കാണേണ്ടത് ആ രീതിയിലാണോ? ഇപ്പോൾ AP അനിൽകുമാറാണ് അവിടെ ഈ എതിർപ്പുമായിട്ട് വന്നത് എന്നാണല്ലോ, അത് ആരും നിഷേധിച്ചിട്ടുമില്ല. എന്തിനാണ് അത്രയൊരു എതിർപ്പ് വരുന്നത് ഈ പാർട്ടിയുടെ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ? ഇത് സർവേ ഒന്നുമല്ലല്ലോ, സർവേ ഒന്നും നടത്തിയിട്ടില്ല, അത് ഏകദേശം ബോധ്യമായി കഴിഞ്ഞല്ലോ. ഇത് സർവേ നടത്തിയിട്ടൊന്നുമില്ല. അല്ല, അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഈ സതീശൻ ആരെയും കൂടെ കൂട്ടുന്നില്ല. അദ്ദേഹം സ്വയം വ്യക്തിപരമായിട്ടും സ്വയം അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ പല തീരുമാനങ്ങളും എടുക്കുന്നു, അടിച്ചേൽപ്പിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു കൺസൾട്ടേഷൻ ഇല്ലാത്ത രീതിയിൽ, തീരെ ജനാധിപത്യ രീതിയിലല്ലാതെ അത് അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം നല്ല കഴിവുള്ള ആളായിരിക്കും,
നല്ല പ്രാപ്തിയുള്ള ആളായിരിക്കും. പക്ഷേ അപ്പോഴും ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെ പിണറായി വിജയൻ്റെ പോലെ ഒരാൾ പറയുന്നത് കേട്ട് ബാക്കി എല്ലാവരും അടിമകളെ പോലെ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സെറ്റപ്പ് അല്ലല്ലോ കോൺഗ്രസ്. അപ്പോൾ അവിടെ കോൺഗ്രസ്സിൽ അതിപ്പോൾ ഏത് വലിയ തലമുതിർന്ന നേതാവാണെങ്കിലും കൺസൾട്ടേഷൻസ് വളരെ പ്രധാനമാണ്. സതീശൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് പോലും വ്യക്തമായിട്ടില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഈ രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ടായിരുന്നത് പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതിനെ പോലെയോ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ KCയുടെ കൂടെയുള്ള ആൾക്കാരെ പോലെ അങ്ങനെ ഒരു സംഘം ആൾക്കാരില്ല. അപ്പോൾ അദ്ദേഹം ഒരു ലോൺ റേഞ്ചറായിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് അടിച്ചേൽപ്പിക്കുന്നു. അതിലൊരു പ്രശ്നമുണ്ട്. അത് ബാക്കി ആരൊക്കെ ഇതിന് ഇപ്പം അനിൽകുമാർ ആണെങ്കിലും മറ്റാര ഇതിൽ ചോദ്യം ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ കോൺഗ്രസ്സിൽ ഒരു കൂടിയാലോചനകളോ ഒരു മീറ്റിങ്ങുകളോ ഒരു KPCC എക്സിക്യൂട്ടീവോ ഇപ്പോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഭരണഘടനയിലില്ലാത്ത സംവിധാനമാണെങ്കിലോ ഇതൊന്നും കൂടുന്നില്ല. ഇവരാരും തമ്മിൽ കാണുന്നില്ല. ആകെ കാണുന്നത് എപ്പോഴാണ്? ഒന്നെങ്കിൽ ഇവിടെ നിയമസഭാ സമ്മേളനം വരുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് കുറച്ച് പേരൊക്കെ കൂടി കാണും, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ എന്തെങ്കിലും പരിപാടിയിൽ വെച്ച് കാണും, അല്ലെങ്കിൽ ഡൽഹിയിൽ വെച്ച് കാണും. ഇതല്ലാതെ ഈ പാർട്ടിക്ക് ഒരു ചർച്ച ശരിയാണ്. KPCC ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരാറേ ഇല്ലായിരുന്നു. അടുത്തിടെയാണ് അദ്ദേഹം KPCC ഓഫീസിലേക്ക് വന്നത് തന്നെ, സുധാകരനുമായിട്ട് ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിനാൽ. മാത്രമല്ല ഈ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങായി മാത്രം മാറുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ പ്ലാൻ 63 എന്ന് പറയുന്നത് അത്ര വലിയൊരു അബദ്ധമാണോ? ഇപ്പോൾ ഒരു സർവേ ഒന്നും നടത്തിയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അത് സതീശൻ ക്യാമ്പ് പറയുന്നുമുണ്ട്. അതിന് ഭാരിച്ച ചെലവ് വേണ്ടി വരുന്ന ഒന്നാണ്. മാത്രമല്ല ഒരു രഹസ്യ സർവേ ഒന്നും കോൺഗ്രസിൽ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് എതിർക്കപ്പെടുന്നത്? ഈ പ്ലാൻ 63 അത് സതീശന്റെ ചില ഗൂഢ ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ എന്തായാലും ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. മറുചേരി പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? മഞ്ജുഷേ, കോൺഗ്രസിൽ VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം കോൺഗ്രസിലെ തീരുമാനങ്ങൾ അദ്ദേഹമല്ലേ എടുക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിയമസഭയിൽ ആര് സംസാരിക്കണം, ആര് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കണം മുതലായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം തീരുമാനമെടുക്കുന്നതിനപ്പുറത്ത് ഏത് കാര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ VD സതീശൻ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തത്? ഇപ്പോൾ ഇവിടെ സർവേ എന്നാണല്ലോ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി, കാരണം അത് അബദ്ധമായി പോയെന്ന്. സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചേരുന്നതിന് മുമ്പായിട്ട് KC വേണുഗോപാലിൻ്റെ അടുത്തൊരു പരാതി ചില ആളുകൾ പറഞ്ഞിരുന്നു. അതായത് VD സതീശൻ KPCCയോ അല്ലെങ്കിൽ ICCയോ അറിയാതെ ഒരു സർവേ നടത്തി. ആ സർവേയിലെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷെ അവിടെ ഒരു സർവേ ഒന്നും നടന്നിട്ടില്ല. താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതിനൊരു വലിയ ചെലവുണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസിൽ ആരും, നേതാക്കളോ പ്രവർത്തകരോ, സംസ്ഥാന തലം മുതൽ മണ്ഡലം തലം വരെ ഉള്ള നേതാക്കൾ അറിയാതെ എങ്ങനെയാണ് ഒരു സർവേ നടക്കുക? ഒരു 144 മണ്ഡലത്തിലോ അല്ലെങ്കിൽ 63 സീറ്റുകളിലാവട്ടെ, അവിടെ ഒരു സർവേ ഒന്നും നടക്കുന്നത് അസാധ്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗ്രഹപാഠം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ധാരാളം ഡേറ്റാസ് ഉണ്ട്. കഴിഞ്ഞ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലെ ഫലം, അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അതിൻ്റെ ട്രെൻഡുകൾ, നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഇതിൻ്റെ എല്ലാം ഡേറ്റാസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ കനകോലു എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ ടീം കുറേ മാസങ്ങളായിട്ട് ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവർ പല കാര്യങ്ങളിലും സർവേയോ അല്ലെങ്കിൽ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ വിവരശേഖരണമോ ഒക്കെ നടത്തുന്നുണ്ട്. ആ ഡേറ്റാസൊക്കെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ട്. അത് നമ്മുടെ സതീശനും ആക്സസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം സമയമെടുത്തതൊന്ന് പഠിച്ചു, അല്പം ബുദ്ധിയും വിവരവും ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. ഈ 63 സീറ്റുകൾ ശ്രദ്ധയ്ക്ക് എത്തിച്ചാൽ നല്ലതാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം 63 സീറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ആര് മത്സരിക്കണമെന്ന് പറഞ്ഞില്ല. നമ്മുടെ രീതി ഇതാണ്. അത് അദ്ദേഹം പറഞ്ഞത്, ആ സമ്മേളനത്തിൽ പറഞ്ഞത്, കുറേ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇതേ രീതിയാണ് നമ്മൾ പരീക്ഷിച്ചത്. ആദ്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവിടെ അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച സജഷൻ അതായിരുന്നു, ഈ 63 സീറ്റ് കേന്ദ്രീകരിക്കുന്നത്. എങ്ങനെ കേന്ദ്രീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു സംസ്ഥാനതല നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു 10-12 പേരടങ്ങുന്ന ഒരു ടീം ഒരു മണ്ഡലത്തിൽ താമസിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ തുടക്കം മുതലേ ചെയ്യേണ്ട ചില ടാസ്കുകളുണ്ട്. അത് അവരെ ഏൽപ്പിക്കുകയാണ്, അത് അവർ നിർവഹിക്കണം. അതായത് വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുക, അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റി ഇല്ലാത്തടത്ത് അത് ആരംഭിക്കുക മുതലായ വിവിധ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരുക്കം എന്ന നിലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ.
അത് നിർവഹിച്ച് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ തീരുമാനിക്കുക, പരമാവധി നേരത്തെ അവരെ നേരത്തെ അവതരിപ്പിക്കുക. ഈ വക ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അതാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനെന്തിനാണ് ഇത്ര വലിയ ബഹളം ഉണ്ടായത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പരാതി നേരത്തെ KC വേണുഗോപാലിൻ്റെ അടുത്ത് ചിലർ ഉന്നയിച്ചതുകൊണ്ടാണ് ഇതൊരു സർവേ ആണെന്നും ആ രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ വന്ന് വിവാദമായത്. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സർവേ റിപ്പോർട്ടൊന്ന് പരിഹസിച്ചുവെങ്കിൽ ഇന്നത്തെ പത്രങ്ങളിൽ ഞാൻ കണ്ടത് മിഷൻ 63 എന്ന പേരിൽ അത് ഏതാണ്ട് ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പത്രവാർത്തകളാണ്. ആ രീതിയിൽ സതീശൻ ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ മാത്രമല്ലേ അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ മിഷൻ 25 എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നുവല്ലോ അല്ലേ? ഇപ്പോൾ ശിബിരത്തിൽ വെച്ച് തീരുമാനിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ, കോഴിക്കോട് ചേർന്നാണെന്ന് തോന്നുന്നു. അതിലൊരു മിഷൻ 25 എന്ന് പറഞ്ഞ് 2026 എങ്ങനെ അധികാരത്തിലെത്തും അതിലേക്കുള്ള റോഡ് മാപ്പ് എന്ന രീതിയിൽ മിഷൻ 25 രൂപീകരിച്ചതാണല്ലോ മിഷൻ 2025. അപ്പോൾ അതിൽ ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ എത്ര സീറ്റുകളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നൊക്കെ? അല്ല മഞ്ജുഷേ, മിഷൻ 25 എന്ന് പറയുന്നത് വയനാട്ടിൽ ചേർന്ന ശിബിരം, അത് അവിടെ തയ്യാറാക്കിയതാണ്. അതും എഴുതിയുണ്ടാക്കിയത് സതീശൻ തന്നെയാണ്. അത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അത് നിയമസഭയിലേക്കുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കണ്ടുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. അത് ഏതാണ്ട് 10ഓളം ജില്ലകളിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ്. 10ഓളം ജില്ലകളിൽ ആ പ്രൊജക്റ്റ് അനുസരിച്ച് സമഗ്രമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു 8 ജില്ലകളിൽ 3-4 ജില്ലകളിൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. 1-2 ജില്ലകൾ വളരെ മോശമാണ്. ആ രീതിയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സതീശനല്ല, പാർട്ടിയാണ് നടത്തുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമസഭയെ ലക്ഷ്യമാക്കിക്കൊണ്ട് 63 സീറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞത് 63 60-65 സീറ്റുകൾ, അതൊക്കെ ഇങ്ങനെ രൂപത്തിൽ വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈക്കമാൻഡ് ഇത് അംഗീകരിച്ചു അല്ലെങ്കിൽ ഈ രീതിയിൽ പോകാൻ പറഞ്ഞുള്ള എൻ്റെ അറിവാണ്, മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവാണ്. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ സർവേ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് 63 മിഷൻ 63 എന്തുമാവട്ടെ, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറണം അല്ലെങ്കിൽ പുതിയൊരു KPCC പ്രസിഡന്റ് വരണം എന്ന രീതിയിലേക്ക് കോൺഗ്രസിലെ ചർച്ചകൾ നേരത്തെ തന്നെ ഉള്ളതാണ്. അത് കൂടുതൽ സജീവമായിരിക്കുകയാണ്. അത് ചില ആളുകളുടെ 4-5 പേരുകളിലേക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് പോലെ വന്നിരിക്കുകയാണ്. അതിപ്പോ ദീപദാസ് മുൻഷിക്ക് മുന്നിൽ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞുവല്ലോ അല്ലേ? സതീശൻ തന്നെ കാര്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റിയേ തീരൂ എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് നാണം കെട്ട് ഇറക്കി വിടുവാനുള്ള ഭാവമാണെങ്കിൽ മൗനിയായിരിക്കില്ല എന്ന രീതിയിൽ സുധാകരനും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയല്ല മഞ്ജുഷേ, ഇത് നേരത്തെ തന്നെ പാർട്ടിയുടെ മുമ്പിലുള്ള ഒരു ആലോചനയാണ്. കാരണം അദ്ദേഹത്തിന്റെ വേണ്ടത്ര ആരോഗ്യം ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഓടി നടക്കാനുള്ള ആരോഗ്യം ഇല്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും വളരെ കാലമായി. അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ അത് നേരത്തെ തന്നെ പാർട്ടിയിലെ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഈ ആലോചനയുണ്ട്. ദീപദാസ് മുൻഷിയൊക്കെ ഒരു പുതിയ പ്രസിഡന്റ് വരട്ടെ എന്ന ആലോചനയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയല്ലേ ഏറ്റവും അവസാനം KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെങ്കിൽ മാറാം, പാർട്ടി പറയുന്നത് ഞാൻ ചെയ്യും, അല്ലാതെ നാണം കെട്ടിറങ്ങി പോവുക അങ്ങനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ എന്താ നാണം കേട്? അങ്ങനെയാണല്ലോ നമ്മൾ 19 സീറ്റ് ജയിച്ചതിന് ശേഷമാണല്ലോ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറിയിട്ട് പുതിയൊരു പ്രസിഡന്റ് വരുന്നത്. അതിലൊക്കെ എന്താ നാണക്കേട്? കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പുതിയ ഫ്രഷ് ഹാൻഡ് വരട്ടെ, കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാൾ ആ ലെവലിലേക്ക്. ഇപ്പോൾ ഈ സതീശൻ്റെ സർവേ മാത്രമല്ല കോൺഗ്രസിലെ പ്രധാന ചർച്ചാ വിഷയം. ഞാൻ പറഞ്ഞല്ലോ 4-5 പേരുടെ പേരുകൾ കനകോലു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഹൈക്കമാൻഡിൻ്റെ പരിഗണനയിലാണ്. 5 പേരോളം ഉണ്ട്. അങ്ങനെയാണ് കോൺഗ്രസിൽ പല തലത്തിൽ പാർട്ടിക്കുള്ളിലെ സംഘടനാപരമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ തർക്കം തീർക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് കൂടുതലും സമയം ചെലവഴിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ 2026 ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവല്ലോ, സംയുക്ത വാർത്താ സമ്മേളനം നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല.
ഇതേക്കുറിച്ചും ചില അമർഷം കോൺഗ്രസിലുമുണ്ട്. അതുപോലെ തന്നെ UDF-ലും അത് UDF-നെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന രീതിയിലുള്ള വിമർശനം ഘടകകക്ഷി നേതാക്കൾക്കുമുണ്ട്. അതിനെക്കുറിച്ച് ഡാൻ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി ഇന്നൊരു സ്റ്റോറി ചെയ്തിരുന്നു. അതിലേക്ക് വന്നതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ 19-ന് നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം നടത്താനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതോടെ പാർട്ടിയിൽ അത് ഐക്യത്തിന്റെ കാഹളമായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഭവനിൽ പ്രസ് നോട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നതായാണ് വിവരം. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് സൂചന. AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നതിനാലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം. സെലക്ടീവ് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങണമെന്ന് VD സതീശൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടിന് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇതിൽ വിയോജിപ്പറിയിച്ചാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് VD സതീശന്റെ തന്ത്രങ്ങളെന്ന നിലപാടിലാണ് എതിർചേരി. അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനോട് കൊമ്പുകോർത്തിട്ടും മുതിർന്ന നേതാക്കളടക്കം സതീശനെ പ്രതിരോധിക്കാതിരുന്നത് മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അനുകൂല രാഷ്ട്രീയ സാഹചര്യം തമ്മിലടിച്ച് നശിപ്പിക്കരുതെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും UDF നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18. N. ശ്രീകുമാർ, ഘടകകക്ഷികൾക്കും പൊതുവെ അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തണം എന്നൊന്നുമില്ല. പക്ഷേ ഒരു അനൈക്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഒരൈക്യമുണ്ട് എന്ന് വെളിയിൽ അറിയിക്കുന്നതിന് വേണ്ടി അത് നല്ലതുമാണ്. അതിനുവേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് നടക്കാതെ പോയി. അതായത് ഇപ്പോഴും ആ അനൈക്യമുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചിരിക്കാൻ പോലും മടി കാണിക്കുകയാണ്. N. ശ്രീകുമാർ, അതിനിടെയാണ് ഈ പ്ലാൻ 63 അത് വിമർശന വിധേയമായി പാർട്ടിയിൽ തന്നെ മാറുന്നത്. നോക്കൂ മഞ്ജുഷരെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പ്ലാൻ 63 ആരാ? KPCC ഇട്ട തീരുമാനമാണോ? നിങ്ങളിട്ട പേരല്ലേ പ്ലാൻ 63? കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, KPCC പ്രസിഡന്റും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ VD സതീശനും ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന KPCC എന്ന ഒരറിയിപ്പ് നിങ്ങളുടെ ലേഖകൻ ഡാൻ കുര്യാക്കോസിന് അടക്കം കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, എന്ത് വേണമെങ്കിലും കോൺഗ്രസിനെ കുറിച്ച് ആർക്കും പറയാം. കാരണം ആരും അത് നിഷേധിക്കാനായിട്ട് രംഗത്ത് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ച ഇങ്ങനെ തുടങ്ങി വെച്ചോളൂ. ഏത് ഘടകകക്ഷിക്കാ പ്രശ്നമുള്ളത്? ഇപ്പൊ ആരാ പറഞ്ഞത്? നിഷേധിക്കാൻ ആരും രംഗത്ത് വരില്ല. കാരണം അവരവരുടെ ചേരികൾക്ക് താല്പര്യമുള്ള വാർത്തകൾ തന്നെയാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. N. ശ്രീകുമാർ, ഇത് നല്ലതല്ല. കാരണം ഈ പ്ലാൻ 63 എന്നുള്ളത് ആ പേരിട്ടത് ഞങ്ങളാണ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പാർട്ടിയിൽ പറയുമ്പോൾ അതിനെ വിമർശിക്കുകയല്ലല്ലോ വേണ്ടത്. കാരണം അത് കോൺഗ്രസിന് ഗുണകരമാണ്, UDF-ന് ഗുണകരമാണ്. ആ 63-65 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സതീശൻ എന്ത് പറഞ്ഞാലും അതിനെന്തിനാണ് ഈ രീതിയിൽ വിമർശന വിധേയമായി കാണുന്നതും മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് വരുവാനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് വിമർശിക്കപ്പെടുന്നു. ശരിക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ ഒരു തീരുമാനമായിട്ട് തന്നെ ഇത് വരേണ്ടതായിരുന്നുവല്ലോ. അല്ല, AP അനിൽകുമാർ ആ യോഗത്തിൽ പറഞ്ഞ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ആർക്കെങ്കിലും അറിയാവോ? AP അനിൽകുമാർ എന്താ യോഗത്തിൽ പറഞ്ഞത്? അതായത് KC വേണുഗോപാൽ ഒരു വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. KPCC-യിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തതായിട്ട് പുറത്തു വരുന്നുണ്ട്. അവരെ കണ്ടെത്തുന്നു പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ അതാണ് സംഭവം. ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ലേഖകനെ വിളിച്ച് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ അഭിപ്രായമാകുമോ? കോൺഗ്രസിൽ തർക്കമുണ്ട്, സംശയം വേണ്ട. ആ തർക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതി കൂടുമ്പോഴും KPCC യോഗങ്ങൾ ചേരുമ്പോഴും അഭിപ്രായം ഉണ്ടാകും. സംഘടന ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും. VD സതീശൻ എന്താ പറഞ്ഞത്? ബൂത്ത് കമ്മിറ്റികൾ പല മണ്ഡലങ്ങളിലും ഇല്ല. 65 മണ്ഡലങ്ങളില് 65 നിയമസഭാ നിയോജക മണ്ഡലങ്ങളില് ബൂത്ത് കമ്മിറ്റികൾ സജ്ജീകരിച്ചാൽ കോൺഗ്രസിന് ജയിക്കാവുന്ന ഏതാണ്ട് 70ഓളം മണ്ഡലങ്ങളിൽ 65 അടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ
നമുക്ക് ജയിക്കാൻ പറ്റും, 21 സീറ്റ് ഇപ്പോൾ ഉള്ളത് കൂടാതെ എന്ന് വെച്ചാൽ മൊത്തം ഒരു 90 സീറ്റിനടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ അത് ബൂത്ത് കമ്മിറ്റികളൊക്കെ സജ്ജമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചർച്ച വന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ആ ചർച്ച എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. AP അനിൽകുമാറിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് AP അനിൽകുമാർ പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്നതാണല്ലോ. കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ വെളിയിൽ വരാൻ അധിക സമയം വേണ്ട. കോൺഗ്രസിൽ മാത്രമല്ല, ഇപ്പോൾ CPM-ലും അങ്ങനെ തന്നെയാണ്. ഇരുമ്പ് മറയൊന്നുമില്ല. കോൺഗ്രസിൽ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇല്ലായിരുന്നുവല്ലോ. അത് സത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതല്ലെങ്കിൽ AP അനിൽകുമാർ വന്ന് നിഷേധിക്കട്ടെ. പിന്നെ AP അനിൽകുമാറിന്റെ നിഷേധിക്കലാണോ പണി? എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടാ പുറത്തു വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പൊ ഹെഡിങ് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ പറയാറുണ്ട്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ പറയാറുണ്ട്. ആവശ്യമില്ല. ഇപ്പോഴത്തെ ഞാൻ പറയട്ടെ, മഞ്ജുഷ ക്ഷമിക്കുക, ഞാൻ പറയട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാല് കോൺഗ്രസിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊരു വാർത്ത അങ്ങോട്ട് മെനയുക, എന്നിട്ട് ചർച്ചയാക്കുക. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ UDF അനുകൂലമായ ഒരു കാലാവസ്ഥയുണ്ട്. കാരണം ഈ കഴിഞ്ഞ വയനാട് ഇലക്ഷനിലും മറ്റ് 2 ഇടത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലും മൊത്തം 9 അസംബ്ലി മണ്ഡലങ്ങളിലെ ഇലക്ഷൻ നടന്നത്. ചേലക്കര, പാലക്കാട്, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 7 ഇടത്ത്. അങ്ങനെ മൊത്തം 9 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നു. അതിൽ ചേലക്കര ഒഴിച്ച് 8 ഇടത്ത് കോൺഗ്രസ് UDF ജയിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പോൾ എങ്കിൽ പിന്നെ ഇത് ഈ രീതിയിലേക്ക് ഒന്ന് മാറ്റിമറിച്ച് കൊണ്ടുവരാം എന്ന് പറയുമല്ലോ. ഇപ്പൊ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പണ്ട് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഈ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞ കാരണം അത് അന്നത്തെ വേറെ വിഷയമായിരുന്നു. പക്ഷേ പ്ലാൻ 63 എന്ന് നിങ്ങൾ പേരിട്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. നാളെ വേറൊരു പേരിട്ട് വരും. അതിനൊക്കെ KPCC മറുപടി പറയാൻ മറക്കണോ? ഒന്നാമത്തെ കാര്യം, KPCC എടുക്കാത്ത തീരുമാനം ഇങ്ങനെ ഉണ്ട്. സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ പോലും കഴിയാതെ അറിയിക്കാന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞ നിങ്ങളോട് സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടെന്ന് എന്നൊരു ചോദ്യം ചോദിക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം നടത്താത്തത് എന്തുകൊണ്ടാണ്? അല്ല, സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിട്ട് എത്ര നാളായി? പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അനൈക്യത്തിന്റെ സന്ദേശമാണോ നൽകേണ്ടത്? ഒരു ഐക്യത്തിന്റെ സന്ദേശമാണല്ലോ സ്വാഭാവികമായും നൽകേണ്ടത്. ഒരു പ്രശ്നവും ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്ന് പേരിനെങ്കിലും അതുപോലും സാധ്യമാകുന്നില്ല ശ്രീ N. ശ്രീകുമാർ. അപ്പോൾ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. വലിയൊരു വിഭാഗം പിണറായി സർക്കാർ മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അത് നിങ്ങൾ കൊണ്ടുപോയി കളയുകയാണ്. അതാണ് ചോദ്യമായിട്ട് വരുന്നത്. LDF അല്ലെങ്കിൽ പകരം UDF ആണല്ലോ. പക്ഷേ ആരെ കണ്ടുകൊണ്ട് UDF-ന് വോട്ട് ചെയ്യണമെന്ന് ശ്രീ N. ജയചന്ദ്രൻ, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന കാര്യം സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അതിന് മറുപടി കേൾക്കാൻ മഞ്ജുഷ അങ്ങനെ പറഞ്ഞു പോകല്ലേ? അല്ല, അത് മഞ്ജുഷിന്റെ അഭിപ്രായമാണ്. അതായത് ഒരു മിനിറ്റ് നിൽക്ക്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറാണ് സംഘടനാ തലത്തിൽ VD സതീശൻ. പ്രതിപക്ഷ നേതാവല്ല. അത് UDF ചെയർമാൻ ആകുന്നത് പുറത്തും പ്രതിപക്ഷ നേതാവാകുന്നത് അസംബ്ലിയിലുമാണ്. കോൺഗ്രസിന്റെ സംഘടനാ യോഗം നടക്കുമ്പോൾ അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറാണ്. പാർലമെന്ററി പാർട്ടി ലീഡറും KPCC പ്രസിഡന്റും കൂടെ പത്രസമ്മേളനം നടത്തുന്ന പതിവ് കോൺഗ്രസിനില്ല. KPCC യോഗം കഴിഞ്ഞാൽ ആ തീരുമാനം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക KPCC പ്രസിഡന്റാ. 2 സംയുക്ത സമ്മേളനം അല്ല. പിന്നെ സംയുക്ത സമ്മേളനം നടത്തി ഐക്യം കാണിക്കണമെന്ന് നിങ്ങളങ്ങോട്ട് പറഞ്ഞാൽ KPCC അവരുടെ കീഴടക്കം മാറ്റാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പറഞ്ഞു പോകണ്ട. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉള്ളത് ചൂഷണം ചെയ്യാനായിട്ട് UDF-നും കോൺഗ്രസിനും പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ 9 അസംബ്ലി മണ്ഡലങ്ങൾ. മറ്റുള്ളതൊക്കെ നമ്മുടെ ഭാവന അനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പവുമില്ല. കാരണം ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് UDF-ഉം കോൺഗ്രസും അവർ നേട്ടം ഉണ്ടാക്കിയതും. തൃക്കാക്കര ആയാലും പുതുപ്പള്ളി ആയാലും ഇപ്പോൾ നടന്ന 2 ഇടങ്ങളിലായാലും. കോൺഗ്രസിന് അതിജീവിക്കാനേ കഴിയും, അതിലും ഞാൻ സംശയം പറയുന്നില്ല. പക്ഷേ നിലവിൽ കോൺഗ്രസിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ട്. അത് 2 തരത്തിലുള്ള തർക്കമാണ്. ഒന്ന് സുധാകരനും VD സതീശനും തമ്മിലുള്ള തർക്കം. അവർക്കൊന്ന് ഒന്നിച്ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള തർക്കം, അത് തൽക്കാലം നിർത്തുക എന്നൊക്കെ ഉണ്ടെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും അത് വരുന്നുണ്ട് പല അവസരങ്ങളിലും. ശ്രീ N. ശ്രീകുമാർ, ശ്രീ M. ജയചന്ദ്രൻ, ഇതിൽ കോൺഗ്രസിൽ പ്രശ്നമൊന്നുമില്ല, അത് ഊതി വീർപ്പിക്കുന്നതാണ്. പ്രശ്നമൊന്നുമില്ല എന്നാണ് അല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അത് ഊതി വീർപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന ശ്രീ N. ശ്രീകുമാറിൻ്റെ വിശദീകരണം, അതിനുള്ള മറുപടി. മഞ്ജുഷേ, ഈ പിന്നെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ മിഷൻ 25-ന്റെ കാര്യം. അത് കഴിഞ്ഞ വർഷമായിരുന്നു, വയനാട് ശിബിരത്തിലായിരുന്നു. ആ മിഷൻ 25 അവതരിപ്പിച്ചതും തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ തന്നെയാണ് അന്ന് അവിടെ അത് അവതരിപ്പിച്ചത്. പക്ഷേ ആ മിഷൻ 25 രേഖ വയനാട് ശിബിരത്തിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ്
കൃത്യമായ ഒരു ഏകോപനവും ആസൂത്രണവും ഉണ്ടായിരുന്നു. കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് എൻഡോഴ്സ് ചെയ്യുന്നത് വി ഡി സതീശനെ ഇങ്ങനെ രേഖ തയ്യാറാക്കണം, അതിന്റെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയായിരിക്കണം എന്ന നേതൃത്വം ആലോചിച്ചിട്ടാണ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയത്. ഇതറിയാത്ത കോൺഗ്രസ് നേതാക്കളില്ല, ആരും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് ദഹിച്ചിട്ടില്ല. വേണ്ട അല്ല കിട്ടിയതൊക്കെ അല്ലത് അന്ന് തന്നെ ചർച്ച ചെയ്തതാ. സണ്ണിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, സണ്ണിക്കുട്ടിയോട് ചോദിക്കൂ. ഉണ്ടല്ലോ. അത് അന്ന് അത് ഏകപക്ഷീയമായി വി ഡി സതീശൻ കൊണ്ടുവന്ന മിഷൻ 25 ആയിരുന്നില്ല. അത് പിന്നെ AICCയുടെ ഭാഗമാണല്ലോ കെ സി വേണുഗോപാൽ. അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ മിഷൻ 25 വന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കാർക്കും അന്നും ഇന്നും തർക്കമില്ല, അല്ലെങ്കിൽ അന്വേഷിച്ചോളൂ. പക്ഷെ ഇപ്പോ ഈ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ ദിവസം കൂടി രാഷ്ട്രീയകാര്യ സമിതിയിൽ വന്ന യോഗവും അതിന്റെ ചിത്രവും മറ്റൊന്നാണ് മഞ്ജുഷ്. അവിടെ പിന്നെ ഇത്ര ഒരു അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഏതാ മിഷൻ 25 എന്നുള്ളത് വയനാട് ശിബിരത്തിൽ രൂപീകരിച്ചതും തീരുമാനിച്ചതും. ഇവിടെ ഇത്തവണ ഇപ്പോ ഒരു പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപീകരിക്കാൻ ആരാണ് തീരുമാനിച്ചത്? എവിടുന്നാണ് ആ തീരുമാനം വന്നത്? ഇതാണ് അനിൽകുമാർ ചോദിച്ചു തുടങ്ങിയത്. എന്നിട്ട് പിന്നെ പറഞ്ഞത് നിങ്ങളും അന്വേഷിച്ച് അറിഞ്ഞു കാണുമല്ലോ. ഇത് പറഞ്ഞതാരാണ്? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും കോൺഗ്രസ് തീരുമാനം എടുക്കേണ്ടതും 2025 പറ്റിയാണ്, 26 പറ്റിയല്ല എന്ന് പറഞ്ഞത് ശ്രീ AK ആന്റണിയാണ് എന്ന് പറഞ്ഞാണല്ലോ അനിൽകുമാർ കാര്യങ്ങൾ വിശദീകരിച്ചത് ആ യോഗത്തിൽ. അന്വേഷിച്ചവർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് എന്താ അവിടെ ചർച്ച നടന്നതെന്നുള്ളത്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അനിൽകുമാർ പറഞ്ഞില്ല എന്നാണ് ശ്രീകുമാർ പറയുന്നത്. എന്താ അനിൽകുമാർ ഞാൻ അങ്ങനെ ചോദിച്ചോ? അങ്ങനെ സംഭവമില്ല. കോൺഗ്രസിലില്ല, CPM-ലും ഇല്ല, BJP-യിലും ഇല്ല. അത്തരം ഒരു മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ചർച്ച നടത്തിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഒരു നേതാവും രംഗത്ത് വരേണ്ട കാര്യമില്ല. കാര്യം മാധ്യമങ്ങൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങ് വലിച്ചലക്കുകയല്ലോ ചെയ്യുന്നത്. പൊട്ടുംപൊടിയും ആയിരിക്കത്തുള്ളൂ എന്ന് സമ്മതിക്കുന്നു, താങ്കൾ പറയുന്നത് പോലെ തന്നെ. പക്ഷേ അതിലൊരു തരി ഉണ്ട്. ആ തരിയാണ് പിന്നെ ചർച്ചയ്ക്ക് വരുന്നത്. ചർച്ചയ്ക്ക് വരുമ്പോൾ കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. ഇവൻ ഈ കേസിൽ മറ്റൊരു കാര്യമുള്ളത്, കോൺഗ്രസിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസുകാർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാമല്ലോ. അവിടെ ഒരു റീ അലൈൻമെന്റ് ആണ്, റീഗ്രൂപ്പിംഗ് പോലും അല്ല. ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസുകാരിൽ തന്നെ. എങ്കിലും ഞാൻ അതിനെ കാണുന്നത് ഒരു റീ അലൈൻമെന്റ് ആയിട്ടാണ്. എന്തുകൊണ്ടാണ് ആ റീ അലൈൻമെന്റ് വരുന്നത്? ആ റീ അലൈൻമെന്റ് വരുന്നത് നിങ്ങളിപ്പോ പറഞ്ഞ വി ഡി സതീശനാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ചർച്ചയിൽ പിന്നെ ഉയർന്നു നിന്നത്. അദ്ദേഹത്തിന് സംഘടനാപരമായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് നേരിടേണ്ടി വന്ന ഒരു ഡീഗ്രഡേഷനാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ചർച്ച മുഴുവനും എന്താണ് വരുന്നത്? KPCC പ്രസിഡന്റിന്റെ മാറ്റം അല്ലെങ്കിൽ KPCC പുനഃസംഘടന എന്നുള്ളത് പുറത്തു നിൽക്കുകയും അകത്ത് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നീ 3 നേതാക്കളെ കേന്ദ്രീകരിച്ച് സാമുദായികമായി തന്നെ കേരളത്തിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ചില പിന്നെ നിലപാടുകളും തീരുമാനങ്ങളും അഫിലിയേഷൻസും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് കാണുന്നത്. സതീശന്റെ നേതൃത്വത്തിലുള്ള ബൈ ഇലക്ഷൻ ഏറ്റവും ഒടുവിലത്തെ അടക്കം വിജയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ അവിടെ വിമർശിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വ്യാപകമായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് പാർട്ടി നേതൃത്വത്തിന്റെ പിന്നെ ഇംഗിതമില്ലാതെ, അതാണ് എന്നോട് പറഞ്ഞ ഒരു വാചകം, ഇംഗിതം ഇല്ലാതെ അല്ലെങ്കിൽ ഇംഗിതം ആരായാതെ ഒരു പുതിയ ഗ്രൂപ്പിനെ, പുതിയ നേതൃത്വത്തെ സതീശൻ തൻ്റെതായി സൃഷ്ടിച്ചെടുക്കുന്നു. അത് നമുക്കറിയാമല്ലോ ആരൊക്കെയാണെന്നുള്ളത്. ഷാഫിയുണ്ട്, രാഹുലുണ്ട്, അങ്ങനെ വരുന്ന ഒരു നേതൃനിരയുണ്ട്. അവരെ സതീശൻ നർച്ചർ ചെയ്യുന്നു. ഇതാണ് ഒരു പ്രശ്നം. ആ പ്രശ്നം പാർട്ടിക്ക് അകത്തോട്ട് അഡ്രസ് ചെയ്ത് പോകേണ്ടതാണ് എന്ന് കരുതുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ. ശരിയായിരിക്കാം അവരുടെ കാഴ്ചപ്പാട്. പുറത്ത് നോക്കുമ്പോൾ നമുക്കും അത് ശരിയാണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നുള്ളൂ. അതൊക്കെ കൂടുതൽ അറിയാവുന്നത് ശ്രീകുമാറിനും സണ്ണിക്കുട്ടിക്കുമാണ്, അതിന്റെ ഇന്നർ മീനിങ് എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ കാണുന്ന ഇതാണ്, ഇപ്പോ പിന്നെ ഇവിടെ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി NSSന്റെ നേതൃത്വം G. സുകുമാരൻ നായർ പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ ജനുവരി 2-ന് 1-ാം ശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ അവിടെ സതീശൻ വിളിക്കപ്പെടുന്നില്ല. അതേസമയം KC വേണുഗോപാലിനോട് അകൽച്ചയില്ല. കഴിഞ്ഞ മാസം പോലും ഡിസംബറിൽ പോലും ഞാൻ അറിഞ്ഞിട്ടുള്ളത് സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ്. ഡിസംബർ 1 KC വേണുഗോപാൽ അത്തരത്തിൽ അവർ തമ്മിൽ നല്ല റാപ്പോർട്ട് ഉണ്ട്. പക്ഷേ പിന്നെ രമേശ് ചെന്നിത്തലയാണ് വിളിച്ചത്.
വി.ഡി. സതീശനെ അവിടെ ക്ഷണിച്ചിട്ടുമില്ല. അതെന്തുകൊണ്ടാണ്? അവിടെയാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് റീഗ്രൂപ്പിംഗ് നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ റീഗ്രൂപ്പിംഗ് റീഅലൈൻമെന്റ് ആയിട്ട് മാറിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ നിൽക്കുന്നത്. അത് കോൺഗ്രസിൽ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവുകയില്ല. കാരണം കോൺഗ്രസ് എക്കാലവും അങ്ങനെ തന്നെയാണ്. എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പതിവ് രീതിയാണ്. പക്ഷേ ഈ പതിവ് രീതിക്കകത്ത് നിന്നുകൊണ്ടാണ് വി.ഡി. സതീശൻ എന്നുള്ള പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായ പല കാര്യങ്ങളിലും തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ, ശൈലികൾ, തൻ്റെ സ്വന്തക്കാരെ മാത്രം ഞാനീ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതല്ല, ഒരു നേതാവ് തന്നെ പറഞ്ഞതുപോലെ നർച്ചർ ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ കോൺഗ്രസിൽ സാധാരണഗതിയിൽ ഇക്കാലത്ത് പതിവുള്ളതല്ല. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ ജയചന്ദ്രൻ. പക്ഷെ താങ്കൾ അതിനോടൊപ്പം തന്നെ കൂട്ടി പറയുന്നുണ്ട് കോൺഗ്രസിന് ഇത് പതിവുള്ള കാര്യം തന്നെയാണ്. അതായത് ഇത് അതിജീവിക്കുവാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ്. അതല്ലെങ്കിൽ 2026 LDF സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റില്ല. പക്ഷേ താഴെ ഇറക്കണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ് സംസ്ഥാനത്ത്. അത് കണ്ട് കോൺഗ്രസ് നേതാക്കൾ പെരുമാറണം കേട്ടോ. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പക്ഷേ എന്താണ് വി.ഡി. സതീശൻ സ്വയം എടുത്ത തീരുമാനം, അടിച്ചേൽപ്പിച്ച തീരുമാനം എന്ന ചോദ്യവും ഈ ചർച്ചയിൽ ഉയർന്നു വന്നുവല്ലോ. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാവും അത് പരാമർശിച്ചിരുന്നു. എന്താണത് ശ്രീ ആനന്ദ് കൊച്ചുകൂടി? ഇത്രമാത്രം സതീശൻ എടുക്കുന്ന സതീശൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിമർശിക്കപ്പെടാൻ? അല്ല, സതീശൻ വിമർശിക്കപ്പെടാൻ കാരണം അദ്ദേഹം ഓരോ സന്ദർഭങ്ങളിലും കൺസൾട്ടേഷൻ ഇല്ലാതെ, അതായത് മറ്റാൾക്കാരുമായിട്ട് ചർച്ച ചെയ്യാതെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം KPCC പ്രസിഡന്റിൻ്റെ അനാരോഗ്യമാണ്. അവർ തമ്മിൽ ഉള്ള വ്യക്തിപരമായിട്ടുള്ള അകൽച്ചയോ അല്ലെങ്കിൽ അടുപ്പമോ എന്നതിനെ മാറ്റിവെച്ചാൽ അവർ ഇപ്പോൾ KPCC പ്രസിഡന്റ് കണ്ണൂരിൽ നിന്ന് പലപ്പോഴും തിരുവനന്തപുരത്ത് വരാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊത്തത്തിൽ ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും ഒരു പ്രായം കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് PJ ജോസഫിൻ്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ മുൻപ് R ബാലകൃഷ്ണപിള്ള, അവരൊക്കെ വീടുകളിൽ പകൽ സമയത്ത് വെറുതെ കിടക്കുകയായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ആ ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്കത് ഒരു ഇറങ്ങി ഓടി നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലെത്തി ഇപ്പോൾ K. സുധാകരൻ. അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് പുറത്ത് ഒരു കോൺഗ്രസ് പ്രസിഡന്റ്, ഒന്നാമത് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന് എപ്പോഴും തിരുവനന്തപുരത്ത് എത്താനൊന്നും അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പൊ പുതിയൊരു തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ KPCC ഓഫീസിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ സുധാകരൻ അവിടെ വരുന്നുണ്ട്. അതിപ്പോൾ അടുത്താണ്, വളരെ അടുത്താണ്. അത് ഈ ചർച്ചയൊക്കെ ഇതൊരു വിഷയമായതിനു ശേഷമാണ്. അദ്ദേഹം കുറേ കാലം K. സുധാകരൻ KPCC ഓഫീസിൽ വരാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് അദ്ദേഹം കുറച്ച് തവണകൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും K. സുധാകരന് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അവസാനം നടത്തിയ 2 പത്രസമ്മേളനങ്ങൾ രണ്ടും വിവാദമായിരുന്നു. ഒന്ന് പുതുപ്പള്ളിയിൽ വെച്ചും ഒന്നെനിക്കൊന്ന് ആലപ്പുഴയിലാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പുതുപ്പള്ളിയിൽ വെച്ച് ഉണ്ടായ സംഭവം അത് കുറേ നാൾ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് P. സരിൻ നമ്മുടെ മരമുറി ചാനലിലെ ഒരു റിപ്പോർട്ടർക്ക് അതിൻ്റെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അത് പിന്നെ വലിയ വിവാദമായല്ലോ. P. സരിൻ ഇപ്പോൾ പാർട്ടിയിലില്ല, അത് വേറെ കാര്യം. മരമുറി ചാനലിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആൾക്കാരും പോകുന്നില്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ ബെന്നി ബെഹനാനെ കേന്ദ്രീകരിച്ച് 4-5 പേര് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ബെന്നി ബെഹനാനെ കേന്ദ്രീകരിച്ച് ഒരു ചർച്ച ഉണ്ടായതായിട്ട് ഞാൻ അറിയുന്നു. അതിൽ ബെന്നി ബെഹനാനാണെങ്കിൽ അങ്കമാലിലാണ് താമസം. വി.ഡി. സതീശൻ പറവൂർ മണ്ഡലം MLA ആണെങ്കിലും അദ്ദേഹം താമസിക്കുന്നത് ആലുവയ്ക്കടുത്ത് ദേശം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവർക്ക് കൺസൾട്ട് ചെയ്യണമെങ്കിൽ 10 കിലോമീറ്ററിന് ദൂരമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് ബെന്നി ബെഹനാൻ വരികയാണെങ്കിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ അവർക്ക് എപ്പോഴും പല ചർച്ചകളും നടത്താൻ പറ്റും. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. ബെന്നി ബെഹനാൻ തന്നെ ആകുമോ KPCC അധ്യക്ഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷേ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് സുനിശ്ചിതമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ശ്രീ ജയചന്ദ്രനും പറഞ്ഞൊരു കാര്യം, അതായത് വയനാട് നടന്ന ശിബിരത്തിനെ കുറിച്ച്. വയനാട് ശിബിരത്തിൽ KC വേണുഗോപാലിൻ്റെ ആശീർവാദത്തോടെ സതീശൻ സംസാരിച്ചെന്ന് പറയുമ്പോൾ അവിടെ KCയുടെ ഗ്രൂപ്പുകാരനായിട്ടുള്ള പഴകുളം മധുവും സതീശനും കൂടെ ഇതുപോലെ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് വലിയ വാർത്തയൊക്കെ വന്നിരുന്നു. അതെല്ലാവരും ഇപ്പോൾ മറന്നുപോയി എന്ന് തോന്നുന്നു. അപ്പോൾ അതും ഇതുമായിട്ട് താരതമ്യം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ ശ്രീ ജയചന്ദ്രൻ പറയുന്നത് പോലെ KC വേണുഗോപാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൂടെ കൂടി, അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ മലയാളമായിട്ട് എനിക്ക് മനസ്സിലായത്. കുറേ നേരം അദ്ദേഹം അങ്ങനെയാണ് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു പല ആൾക്കാരും പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. കാരണം
സതീശനും വേണുഗോപാലും തുല്യ പ്രായക്കാരാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകുന്നതായിരിക്കും വേണുഗോപാലിന് കുറച്ചുകൂടി താല്പര്യം എന്ന രീതിയിലൊക്കെ. അതെന്തുമാകട്ടെ, എന്തായാലും കോൺഗ്രസ്സിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു വർഷം മുൻപ് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഒന്നും തീരുമാനിക്കാനൊന്നും സാധ്യതയില്ലല്ലോ. പിന്നെ മറ്റൊന്ന് ഇവിടെ നടന്നത് ഇവിടെ മാർത്തോമാ സഭയുടെ മാരാമൺ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ആ വാർത്ത വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ആ സഭയുടെ തന്നെ ആൾക്കാർ അങ്ങനെ ഒരു വാർത്ത വ്യാജമാണെന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നു. ഞാൻ പിന്നെ അത് പരസ്യപ്പെടുത്തിയൊന്നുമില്ല. പക്ഷെ അത് ഇപ്പോൾ അന്നും വ്യാജമായിരുന്നു, ഇന്നും വ്യാജമാണ്. അതിപ്പോൾ പല വാർത്തകൾ ഇതുപോലെ വ്യാജമായിട്ട് സൃഷ്ടിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അത് ഈ നേതാക്കൾ തന്നെ പത്രങ്ങളെയും റിപ്പോർട്ടർമാരെയൊക്കെ വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ വാർത്തകൾ വരാറുണ്ട്. അതിന്റെ ഒരു കാര്യം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും എന്ന രീതിയിൽ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നതല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകുടി? അത് ഇന്ന ആളുകളാണ് ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ ആണ് എന്ന് പറഞ്ഞു എന്നതിന് എനിക്കറിയില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ NSS ക്ഷണിച്ചതിനെ കുറിച്ച് ചോദിച്ച ആ സമയത്ത്, ആ ഒരു വാർത്ത വന്ന സമയത്ത് തന്നെ എന്നെയും വിളിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനോട് തന്നെ പ്രതികരിച്ചതല്ലേ അന്ന്? അത് അദ്ദേഹം മാരാമൺ കൺവെൻഷനോടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ദാറുൽ ഹുദയിലെ കാര്യമാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. പട്ടിക്കാട് മലപ്പുറത്ത് ഉള്ള ദാറുൽ ഹുദയിൽ അദ്ദേഹത്തിന് മുഖ്യാതിഥിയായിട്ട് ക്ഷണമുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ശരി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇത് എന്തായാലും ഈ പരസ്പരം സംശയിക്കുന്നത് 2026 ജയിച്ചു കഴിഞ്ഞാൽ ഈ തലയെണ്ണുന്ന സമയത്ത് ആരുടെ പക്ഷത്തിനാണ് കൂടുതൽ MLA-മാർ ഉള്ളത്, പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആർക്കാണ് തലപ്പൊക്കമുള്ളത്, ഇത് തെളിയിക്കുവാനായിട്ട് ഇപ്പോഴേ എടുത്തുചാടി പുറപ്പെട്ട പോലെ തോന്നും. അതല്ലേ ഈ തർക്കം ഇങ്ങനെ തുടരുവാനുള്ള കാരണമായിട്ട് വരുന്നത്? വാസ്തവത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ പണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യം, ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത്. മഞ്ജുഷെ, കോൺഗ്രസ് നമ്മുടെ ഓർമ്മ വളരെ ദുർബലമായതുകൊണ്ടാണ്. ഞാൻ 82 മുതൽ കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് വഴക്ക് കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എൻ്റെ മഞ്ജുഷ, ഇതിനേക്കാൾ എത്രയോ 100 ഇരട്ടി സംഘർഷാത്മകമായ സാഹചര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. തമ്മിൽ തല്ലുണ്ടായിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറെ വടക്കു നിന്ന് റിട്ടേണിംഗ് ഓഫീസറെ അടിച്ചു ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിടത്താണ് നിങ്ങൾ സതീശൻ ഒരു പ്രപ്പോസൽ വെച്ചതിനെക്കുറിച്ച് ഇവിടെ വലിയ ചർച്ച നടക്കുന്നത്. ഈ സതീശൻ മിഷൻ അല്ലെങ്കിൽ 63 അല്ലെങ്കിൽ പ്രൊജക്ട് 63 എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്ന ഈ സംഭവം, അതിനകത്ത് അയാൾ എന്താ പറഞ്ഞത്? അയാളെന്താ നമുക്കൊരു 15 സീറ്റിൽ BJP-യുമായിട്ടൊരു രഹസ്യധാരണ വേണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് CPM-ഉമായിട്ട് അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായിട്ടൊരു ധാരണ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടിയുടെ നയത്തിന്, പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായ എന്തിനും ഒരു പ്രപ്പോസൽ അദ്ദേഹം കൊണ്ടുവന്നോ? അല്ല, അത് പാർട്ടിക്കുള്ളിലാണ്. എന്തിനാണ് പാർട്ടിയിൽ അതിൽ എതിർപ്പുണ്ടായത് എന്നാണ്. നല്ല കാര്യമല്ലേ സതീശൻ പറഞ്ഞത്? അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചത്. പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമായ കാര്യം അദ്ദേഹം പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ എതിർപ്പ് വരുന്നു, സംശയത്തിന്റെ കണ്ണോടെ സതീശനെ സമീപിക്കുന്നു എന്നാണ്. അതെ, ഞാൻ ഈ സംശയത്തിന്റെ കണ്ണോടെ സമീപിക്കുന്നു എന്നുള്ളതല്ല, ഞാൻ നടന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ചർച്ച നടന്നതാണ്, അത് അനിൽകുമാർ എതിർത്തതാണ്, സംയുക്ത പത്രസമ്മേളനം ചില പത്രപ്രവർത്തകരെ അറിയിച്ചതാണ്. അതൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നടന്നത് ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ് അദ്ദേഹം. ഇവിടെ വയനാട് നേരത്തെ അങ്ങനെയല്ല. വയനാട് നേരത്തെ ആലോചിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു പ്രൊജക്റ്റായിട്ട് അവതരിപ്പിക്കുക. ഇത് രണ്ടും തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ അദ്ദേഹം ചില കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പഠനത്തിൻ്റെ അദ്ദേഹത്തിന് ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാവും. അതവിടെ പറയുമ്പോൾ പിന്നെ ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ സതീശൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതിന് പകരം എന്തോ ഒരു വലിയ പാർട്ടി വിരുദ്ധ പ്രവർത്തനം സതീശൻ നടത്തി എന്നുള്ള മട്ടിൽ ഇത് അവതരിപ്പിക്കുകയും അതിനെ തുടർന്നാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യമില്ലായ്മയുണ്ട്. പ്രസിഡന്റും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ അത്ര നല്ല ബന്ധമാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഇപ്പോൾ ഇവിടെ ഈ റീഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ റീഅലൈൻമെന്റ് എന്നൊന്നും പറഞ്ഞ് അതിൻ്റെ വ്യത്യാസം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല.
ഇവിടെ ഇപ്പം ഗ്രൂപ്പൊന്നുമില്ലെന്നേ. ഓരോരുത്തരും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായിട്ട് ഈ പാർട്ടി നിൽക്കുക. എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങൾ, ഗ്രൂപ്പുകൾ. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നവർ നാളെ മഞ്ജുഷിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞുള്ള റിയലൈൻമെൻറ്റോ താല്പര്യങ്ങളുടെ സംഘർഷങ്ങളുണ്ട്. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം അതായിരുന്നു. ഇനി ആ 1.5 കൊല്ലത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ആരെയെങ്കിലും ഉയർത്തിക്കാട്ടണോ? അതൊരിക്കലും കോൺഗ്രസിൽ നടക്കുന്ന കാര്യമല്ല. ഉമ്മൻചാണ്ടിയോ ആന്റണിയോ കരുണാകരനോ അല്ലെങ്കിൽ അതിനു മുമ്പ് ആർശങ്കരോ മുഖ്യമന്ത്രി ആയപ്പോഴൊന്നും ആരെയും ഉയർത്തിക്കാട്ടിയിട്ടില്ല. അപ്പോൾ ജയിച്ചു വരുന്നിടത്ത് നിന്ന്, അപ്പോൾ അവിടെയാണ് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു റോളുള്ളത്, അല്ലെങ്കിൽ ഒരു 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 മേൽക്കൈ എന്ന് വേണമെങ്കിൽ പറയാം. നിലവിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിപക്ഷ നേതാവിനൊരു പ്രാധാന്യമുണ്ട്. ആദ്യം പോകുന്ന പേര് അങ്ങോട്ടായിരിക്കാം. അങ്ങനെ തന്നെ വേണമെന്നില്ല. വേറൊരാൾക്ക് കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എന്നെ അനുകൂലിക്കാൻ സാധ്യതയുള്ള കൂടുതൽ MLA-മാർ ജയിച്ചു വരണമെന്ന ആഗ്രഹത്തോടുകൂടി ഇവിടെ പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ UDF അധികാരത്തിൽ വരാതെ പോയിട്ടുണ്ട്. ഈ ചരിത്രവും കഥയും ഒക്കെ ആർക്കാണ് അറിയാൻ മേലാത്തത്? ഇതെല്ലാം പണ്ട് നടന്നത് സംഭവാമി യുഗ എന്ന് പറഞ്ഞ പോലെ പണ്ട് നടന്നതിന്റെ ചെറിയ പതിപ്പുകളാണ്, മിനി പതിപ്പുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് തവണ ഭരണം നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട്. മൂന്നാമതും ഭരണം നഷ്ടപ്പെട്ടാൽ ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്കാണ് കോൺഗ്രസ് ചെന്നെത്തി നിൽക്കുന്നത്. അതും ഈ നേതാക്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ മുഖ്യമന്ത്രി തർക്കത്തിനുള്ള സമയമാണോ ഇത്? അത് ശരിയാ മഞ്ജുഷേ, മുഖ്യമന്ത്രി ചർച്ചയല്ല ഇവിടെ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഐക്യമില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു പുതിയ ഒരാൾ വരണം. അതാണ് വാസ്തവത്തിൽ KPCC-യിൽ ഇപ്പോൾ നടക്കുന്ന, കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ പറഞ്ഞില്ല, കനകൊരു 4-5 പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞതുപോലെ അത് സാമുദായിക പരിഗണനകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാദേശികമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഈ 5 പേരുകൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബെന്നി ബെഹനാന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ബെന്നി ബെഹനാന്റെ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സണ്ണി ജോസഫിന്റെ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്. ഇതൊക്കെ പല പല കാരണങ്ങളുടെ പേരിലാണ്. കൊടിക്കുന്നിൽ സുരേഷ് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു SC/ST സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വിഭാഗത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ് വന്നാൽ നന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ സതീശന് പ്രത്യേക സമുദായം, അപ്പോൾ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു KPCC പ്രസിഡന്റ് വന്നാൽ നല്ലതല്ലേ? അപ്പോൾ അടൂർ പ്രകാശിന്റെ പേര് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയാണ് സണ്ണി ജോസഫ്, അതുപോലെ തന്നെ ആന്റണി, അതുപോലെ ബെന്നി ബെഹനാൻ. ഇങ്ങനെ 3-4 പേരുടെ പേരുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപദാസ് തിരിച്ചു വന്നത് ഇവിടെ ഈ മിഷൻ 63-ന്റെ കാര്യം ചർച്ച ചെയ്യാനൊന്നുമല്ല. പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പുനഃസംഘടന വേണോ? അത് DCC പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ വേണോ? ഇനി KPCC പ്രസിഡന്റ് മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന അഭിപ്രായമുണ്ടോ? അതൊക്കെ അറിയാനും അതിന്മേലൊരു തീരുമാനമോ അല്ലെങ്കിൽ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ദീപദാസ് രണ്ടാമത് വന്നു എന്ന് ഈ പറയുന്നത്. അതാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മിഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റൊക്കെ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അത് ചർച്ചയിൽ വന്ന കാര്യമാണ്. ആ ചർച്ച വാസ്തവത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാമായിരുന്നു. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ അവതരിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടൊരു ദിവസം ഒരു പ്രത്യേക സമ്മേളനം ഇരിക്കാം എന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഈ പാർട്ടി ജയിച്ചു വരാനാണ്. അപ്പോൾ സതീശന് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം ഉണ്ടാവും. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ. അദ്ദേഹത്തിൻ്റെ ജോലിയാണിത്. എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും, ആ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന രീതിയിൽ ഒരു പ്രവർത്തന രേഖ മുന്നണിയുടെയോ അല്ലെ കോൺഗ്രസിന്റെയോ മുമ്പിൽ വയ്ക്കേണ്ട അദ്ദേഹത്തിന്റെ ജോലിയാണ്. അദ്ദേഹം ചെയ്തു എന്നതിനപ്പുറത്ത് എന്തിനാണ് ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നത്? വിഷയമല്ല. ഇതെന്തിനാണ് കോൺഗ്രസിനുള്ളിൽ വിമർശിക്കപ്പെട്ടത്? ഈ അനിൽകുമാർ ആണെങ്കിൽ എന്തിനിങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചു? അങ്ങനെ അത് അലസിപ്പോയല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു തീരുമാനമായിട്ട് തന്നെ വരേണ്ടതായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത മീറ്റിങ്ങിൽ അത് കൂടുതൽ ചർച്ച ചെയ്യാം എന്ന് പറയുകയോ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയോ ഹൈക്കമാൻഡിന് മുന്നിൽ സമർപ്പിക്കുകയോ ഒക്കെ ആകാമായിരുന്നു. പക്ഷേ അത് മുളയിലേ നുള്ളിക്കളഞ്ഞു. അപ്പോൾ സംശയിക്കുന്നത് കൊണ്ടാണല്ലോ സതീശനെ. നോക്കൂ മഞ്ജുഷേ, നമ്മൾ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ, കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല. കോൺഗ്രസിലെ എല്ലാ കക്ഷികളിലും പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്കറിയാം. ഇവിടെ AP അനിൽകുമാർ VD സതീശൻ വെച്ച ഒരു നിർദ്ദേശത്തെ തള്ളിയാലും കൊണ്ടാലും ശരി,
അതും ചർച്ചയാക്കാം. ഞാൻ പറയുന്നത് അതല്ല, എന്താണ് അനിൽകുമാർ പറഞ്ഞതെന്ന് പൂർണ്ണമായി അറിയാതെ നമ്മൾ അതിന്റെ വാലും തുമ്പും പിടിച്ച് ചർച്ച ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഇതുപോലെ പല അഭിപ്രായങ്ങളും പറയും. അതിൽ ചിലർ എതിർക്കും, ചിലർ അവിടെ തന്നെ റദ്ദാക്കും. ഇപ്പൊ വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്നൊരു സംഭവമുണ്ട് KPCC-യിലെ. അതങ്ങനെ കോൺഗ്രസിൽ പതിവുള്ളതല്ല എക്സിക്യൂട്ടീവ് ക്യാമ്പ് എന്നുള്ളത്. അതവിടെ നടത്തി. അത് അന്ന് പുതിയൊരു ആശയം വന്നു, ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടത്തുക എന്നുള്ളത്. അങ്ങനെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടത്തിയപ്പോൾ അതിന് വിഷൻ 2024-25 എന്നൊക്കെ പറഞ്ഞൊരു പ്രപ്പോസൽ വരുന്നു. അതവിടെ ചർച്ചയായി. അത് ചർച്ചയായതിനു ശേഷം പിന്നെ എത്രയോ KPCC യോഗങ്ങൾ നടന്നു. ഇതൊക്കെ ഓരോ സമയത്തുള്ള ചില തീരുമാനങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടി ഓരോ പേരിടുന്നതാണ്. അങ്ങനെ ഒരു പേര് മിനിഞ്ഞാന്നത്തെ യോഗത്തിൽ ഇട്ടിട്ടില്ല, ചർച്ച നടന്നിട്ടുമില്ല. അവിടെ ആകപ്പാടെ സതീശൻ പറഞ്ഞത് ബൂത്ത് കമ്മിറ്റികളുടെ ഒരു 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 രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കുറെ മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് അതിൽ ബൂത്ത് കമ്മിറ്റികൾ സജ്ജമാക്കണം നിർദ്ദേശമാണ്. അപ്പൊ ആ മണ്ഡലങ്ങൾ ഏത് മണ്ഡലങ്ങളെന്ന് നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിച്ചു എന്നാണ് AP അനിൽകുമാർ ചോദിച്ചു എന്നാണ് പറയുന്നത്. അതെന്താണ് ആ ചോദ്യം എന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല, കാരണം അത് ചർച്ചയാക്കേണ്ട കാര്യമില്ല. മറ്റൊരു വിഷയമുള്ളത്, KPCC പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി സർവേ ലീഡറും അല്ലല്ല, അവിടെ ഉയർന്നു വന്ന വിമർശനം എന്ന് പറയുന്നത് സർവേ നടത്താൻ ആരാണ് അനുവാദം നൽകിയത്? ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു സർവേക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലല്ലോ. ആ രീതിയിലുള്ള ചർച്ചകളല്ലേ വന്നത് ശ്രീ N. ശ്രീകുമാർ? അത് മാത്രമല്ല, കനകൊലുവിന്റെ നേതൃത്വത്തിൽ സർവേ തുടങ്ങാൻ പോവുകയുമാണ്. ഇതല്ലേ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ സതീശൻ ഇത് സർവേ നടത്തിയാണോ കൊണ്ടുവന്നത് എന്ന് അറിയുവാനുള്ള ത്വര ആർക്കായിരുന്നു കോൺഗ്രസിൽ? അതായത് കനകുലുവിന്റെ നേതൃത്വത്തിൽ സർവേ നടത്താനൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. കനകുലു ഇതിനു മുമ്പ് KPCC യോഗത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സംഘടനാപരമായ ചില പുനഃസംഘടനയെ കുറിച്ച് മാത്രമാണ്. അതിൽ ചില നേരത്തെ ശ്രീ സന്ധ്യകുട്ടി പറഞ്ഞവരുള്ള ചില പേരുകളൊക്കെ വന്നിട്ടുണ്ടാകാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ KPCC-യുടെ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചേർന്ന യോഗത്തില് സംഘടനാപരമായ KPCC പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യമോ അല്ലെങ്കിൽ വേറെ ചർച്ചകളൊന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒന്നും നടന്നിട്ടില്ല. രാഷ്ട്രീയകാര്യ സമിതി എന്ന് പേര് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. അല്ല, അങ്ങനല്ല. രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യുന്ന കാരണം വെച്ചാൽ ആ രാഷ്ട്രീയകാര്യ സമിതി കൂടാത്തത് കൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ കറന്റ്, അതായത് ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയം, ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അവിടെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യാഥാർത്ഥ്യം ചർച്ച ചെയ്തോളൊരു കുഴപ്പമില്ല. കോൺഗ്രസ് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. കാരണം ഇങ്ങനെ ഒരുപാട് ചർച്ച, ഇതിപ്പോ TV ചാനൽ യുഗമായതുകൊണ്ടാണ് ഇതൊക്കെ ചർച്ചയാകുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് കാലത്ത് ഇതിലും വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഊന്നൽ കൊടുത്തു പറയുന്നത് സംയുക്ത വാർത്താ സമ്മേളനം നമ്മുടെ എല്ലാ ചാനലുകളും പറയുന്നത് കൊണ്ടാണ്. കാരണം ഐക്യമില്ലാത്തതുകൊണ്ട് റദ്ദാക്കി എന്നാ പറയുന്നത്. സംയുക്ത വാർത്താ സമ്മേളനം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ വായിൽ നിന്നും ഏതെങ്കിലും ഒരു ചാനലുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. KPCC-യുടെ ഔദ്യോഗിക അറിയിപ്പില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കൊടുത്തിട്ടുമില്ല, ആരും കൊടുത്തിട്ടില്ല. സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നത് നേതാക്കൾ ആരെങ്കിലും വിളിക്കുമ്പോ, ഇപ്പൊ മഞ്ജുഷ് വിളിക്കുമ്പോ അല്ല, അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് അറിയിപ്പ് കൊടുക്കുവാൻ സാധിച്ചില്ല. അതിനു മുൻപ് നേതാക്കൾ ഒന്നിച്ചിരിക്കാനുള്ള തീരുമാനം എടുത്തില്ല. ശ്രീ N. ശ്രീകുമാർ പ്രസ് നോട്ട് വരെ തയ്യാറാക്കിയതാണ്. എന്താണ് മഞ്ജുഷയെ പറയുന്നത്? പ്രസ് നോട്ട് വരെ തയ്യാറാക്കിയതാണ്. അങ്ങനെ പ്രസ് നോട്ട് തയ്യാറാക്കുന്ന പരിപാടി KPCC ഇല്ല. ആര് പറഞ്ഞു? വാർത്താ സമ്മേളനത്തിൽ പ്രസ് നോട്ട് കിട്ടാറുണ്ട്. അല്ലല്ല, KPCC പ്രസിഡന്റ് തയ്യാറാക്കും. അതൊക്കെ ഇങ്ങനെയൊന്നുമല്ല. സംയുക്ത വാർത്താ സമ്മേളനം ഞാൻ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത് സംയുക്ത വാർത്താ സമ്മേളനം പോലും നടത്താൻ പറ്റുന്നില്ല. ശ്രീ N. ശ്രീകുമാർ ഏറ്റവും ഒടുവിൽ നടത്തിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. ഒരു ഐക്യത്തിന് സന്ദേശം നൽകാൻ പറ്റുന്നില്ല. കോൺഗ്രസ് ഐക്യമില്ല എന്നുള്ള കാര്യം, നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്, ഒന്നിച്ചിരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. പിന്നെയും അതിനെ എന്തിനാണ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത്? അല്ല, മഞ്ജുഷിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അങ്ങനെ ആണെങ്കിൽ ആയിക്കോ, എനിക്ക് വിരോധമില്ല. ഇല്ലാത്ത കാര്യം പറയരുത്. സംയുക്ത വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് KPCC ഔദ്യോഗികമായി കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടില്ല എന്ന്. അത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ അവരിരിക്കാൻ തയ്യാറല്ലേ? ശ്രീ ആനന്ദ് കൊച്ചുകൂടി അവരിരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടല്ലേ ഇതിപ്പോൾ ഔദ്യോഗികമായിട്ടൊരു തീരുമാനം, അല്ല, ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയകാര്യ സമിതിയിൽ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ചതാണോ ഈ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്നതും അതിനുശേഷം ഈ സംയുക്ത വാർത്താ സമ്മേളന വിവാദവും ഒക്കെ? മഞ്ജുഷ, ഞാൻ പറയാത്തത് പറയരുത്. ഊതി വീർപ്പിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഔദ്യോഗികമായിട്ട് KPCC പറയാത്ത കാര്യം നിങ്ങൾ അങ്ങനെ രൂപപ്പെടുത്തി എടുക്കേണ്ടെന്നേ പറഞ്ഞുള്ളൂ. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല ഇത് പത്രക്കാര് തന്നെ ഇന്നലെ ശ്രീ K. സുധാകരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചില്ല. സംയുക്ത വാർത്താ സമ്മേളനം എന്താണ് നടക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്
ഈ PV മോഹന് അപകടമുണ്ടായത് നിങ്ങൾ അറിഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ? അങ്ങനെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അങ്ങനെ സംയുക്ത വാർത്താ സമ്മേളനം നടക്കാനിരുന്നതാണ് എന്ന് തന്നെയാണ്. അത് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കാരണമായിട്ട് അത് പറയുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം കണ്ണൂർക്ക് പോവുകയാണ് ചെയ്തത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ VD സതീശനൊക്കെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സംയുക്ത വാർത്താ സമ്മേളനം നടത്താനും ഒരു ഉദ്ദേശിച്ചതാണ്. അത് നടക്കാതിരുന്നത് ഒന്ന്, രാഷ്ട്രീയകാര്യ സമിതി ഒരു ഫ്ലോപ്പായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമിതിയിൽ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാനോ, അല്ലെങ്കിൽ അത് ഈ 1.5 വർഷത്തിന് ശേഷമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറയുന്നത് ഇവിടെ വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് കുറേ മീറ്റിങ്ങുകൾ നടന്നു. എവിടെ കുറേ മീറ്റിങ്ങുകൾ നടന്നു? ഇവർ തമ്മിലിരിക്കുന്ന ഇവരുടെ വീട്ടിലൊക്കെ അവിടെ എവിടെയൊക്കെ പോയി, ഈ കെ മാണിയുടെയൊക്കെ പാർട്ടിയുടെ പോലെ ആരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി അത് ഗ്രൂപ്പായിട്ടോ അല്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അല്ലാതെ പാർട്ടി മീറ്റിങ്ങുകളായിട്ട് എവിടെ നടക്കുന്നു? ഒരു മീറ്റിങ്ങുകളും നടക്കുന്നില്ല. അതാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം. ഇവർക്ക് ഈ മീറ്റിങ്ങുകൾ നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും പാർട്ടിയിൽ ഇപ്പോൾ ഈ ഗ്രൂപ്പുകൾ ആൾക്കാർ മാറി മാറി കളിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഘടകങ്ങളാണ്. ഇപ്പോൾ ഈ ദീപാദാസ് മുൻഷി വളരെ ഈ ദില്ലിയിലെ പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇതെല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാതാവുമോ? അത് ബഹുമാനപ്പെട്ട ശ്രീകുമാറിനെങ്കിലും അറിയാമല്ലോ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസിൽ നടക്കുന്നതാണ്. അതെല്ലാം പുറത്ത് വരികയും ചെയ്യും. ശരി, ശ്രീ M ജയചന്ദ്രൻ, പക്ഷേ CPM ഉള്ളതുപോലെ അല്ല, കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ അഭിപ്രായ പ്രകടനം നടത്തും, മീറ്റിങ്ങുകളിൽ ഇങ്ങനെ തർക്കമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിരോധവും തീർക്കുന്നുണ്ട് കേട്ടോ. അല്ല, അതല്ലല്ലോ ഇതിനകത്ത് കുറച്ചുകൂടെ ഈ തെളിച്ച് പറയുന്നതിൽ എന്താ കുഴപ്പം? എന്താ ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറ്റപ്പെടും എന്നുള്ള ഏതാണ്ട് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു പൊതു താല്പര്യമായിട്ട് നിൽക്കുന്നതായി കാണുന്നത് പിന്നെ ഒരു ക്രൈസ്തവ സമുദായ അംഗം വരണം എന്നുള്ളതാണ്. അവിടെയാണ് പിന്നെ ബെന്നി ബെഹനാൻ്റെ പേര് പറയുന്നുണ്ട്, പിന്നെ ഡീൻ കുര്യാക്കോസിൻ്റെ പേര് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രബലമായി കേൾക്കുന്ന പേര് സണ്ണി ജോസഫിൻ്റെയാണ്. അദ്ദേഹത്തിനാണ് സഭയായിട്ട് കൂടുതൽ അടുപ്പമുള്ളത്. അത്ര അടുപ്പമുള്ള ആളിനെ തന്നെ വേണം എന്നുള്ള താല്പര്യവുമുണ്ട്. അപ്പോഴാണ് മറുപക്ഷത്ത് ഞാനീ പറഞ്ഞ റീഅലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് വരുന്നത്. അത് ചർച്ചയാവാതിരിക്കുന്നതിൽ ആണ് ഈ പറഞ്ഞ ഈ മിഷൻ 63 വിജയിച്ചത്. അവിടെയാണ് മിഷൻ 63 ചർച്ച വന്നപ്പോഴത്തേക്ക് ആ റിയൽ ഇഷ്യൂ ഫോക്കസ് ഇല്ലാതായിപ്പോയി. അവിടെയാണ് ആര് വേണം. ഇപ്പൊ രമേശ് ചെന്നിത്തലയാണ് ഞാൻ ഫോക്കസ് ചെയ്തതെന്ന് ആനന്ദ് പറഞ്ഞല്ലോ. അങ്ങനെയല്ല ആനന്ദ്. രമേശ് ചെന്നിത്തല ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞു. അത് 2016 21 വന്നപ്പോഴത്തേക്ക് അത് പോയി, ലാസ്റ്റ് ബസ് പോയി. അടുത്ത ബസ്സിന്റെ അവകാശിയായിട്ട് വരുന്നത് VD സതീശനാണ്. കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്. അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് പുതിയ ബസ്സിന്റെ അവകാശമായിട്ട് അദ്ദേഹമാണ് വരേണ്ടത്. അവിടെയാണ് സതീശനെതിരായിട്ടുള്ള ഒരു റീഅലൈൻമെന്റ് വരുന്നത്. ആ റീഅലൈൻമെന്റിലാണ് ആരാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള പ്രശ്നം വരുന്നത്. അവിടെ വരുമ്പോൾ ഇപ്പം നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആരാണ് രമേശ് ചെന്നിത്തല പ്രൊജക്ട് ചെയ്യുന്നത്? ഇപ്പോ പിന്നെ NSS പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, മുസ്ലിം ലീഗ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, കത്തോലിക്ക സഭ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഈ 3 പേരുടെയും ആനുകൂല്യങ്ങൾ കൂടുതൽ ഇപ്പോൾ ഒരു സ്വാഭാവിക ചോയ്സ് എന്ന നിലയിലേക്ക് വരുന്നത് രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, VD സതീശനോട് ചേർന്ന് നിന്നുകൊണ്ടല്ല. ഇതാണ് കാണേണ്ട യാഥാർത്ഥ്യം. ഇത് പൊളിറ്റിക്കൽ റിയാലിറ്റി ആയിട്ട് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. കാരണം UDF ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ മുൻപ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ സാമുദായിക സഖ്യങ്ങൾ പരമാവധി ഉണ്ടാക്കാൻ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന ആൾക്കാരാണ്. അതങ്ങനെ തന്നെ അവർക്ക് വിജയകരമായി ചെയ്യാനും കഴിയാറുണ്ട്. പക്ഷെ അത് ഇവിടെ വരുമ്പോഴേക്ക് അത് മറ്റൊരു തലത്തിലാണ് മാറുന്നത്. അതല്ലാതെ ആനന്ദ് പറഞ്ഞതുപോലെ ഞാൻ രമേശ് ചെന്നിത്തലയെ എല്ലാവരും കൂടെ പൊക്കിക്കൊണ്ടുവരുന്നു, KC വേണുഗോപാൽ കൂടെ നിൽക്കുന്നു എന്നുള്ള നിലയിലേ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ രമേശ് ചെന്നിത്തല നേർച്ചക്കോഴിയായിട്ട് മാറാൻ പോകുന്നു. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയാണ്. അപ്പൊ യഥാർത്ഥ ചുമതല ആർക്കായിരിക്കും വരിക? UDF ആണ് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നതെങ്കിൽ എനിക്ക് സംശയമൊന്നുമില്ല KC വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക. കാരണം ഹൈക്കമാൻഡ് അദ്ദേഹമാണല്ലോ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ കോൺഗ്രസിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമാണ്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വളരെ സജീവമായി കോൺഗ്രസിൽ. അതാണ് ഞാൻ ഈ റീഅലൈൻമെന്റ് എന്നുകൊണ്ട് റീഗ്രൂപ്പ് അല്ല, റീഗ്രൂപ്പിംഗ്. ശരി ശരി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, വ്യക്തമായില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ശ്രീ ജയചന്ദ്രൻ അക്കാര്യം പറയുന്നുണ്ടല്ലോ. അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി കൂടിയാണല്ലോ കോൺഗ്രസിലെ. എന്നോടാണോ? അതെ അതെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, മഞ്ജുഷയോടുകൂടെ പറയാവോ? അതായത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ റീ അലൈൻമെന്റ് എന്ന് പറയുന്നത് താങ്കൾക്ക് അങ്ങനെ വ്യക്തമായില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി പറയുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി തന്നെയല്ലേ? അല്ല, എനിക്ക് റീ അലൈൻമെന്റ് റീഗ്രൂപ്പിംഗും തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴും.
ഇപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇവിടെ വേണമെങ്കിൽ സതീശനും കെ സി വേണുഗോപാലും തമ്മിൽ ഒന്നിച്ചായിരുന്നു, അല്ലെങ്കിൽ അവർ ഒരേ തൂവൽ പക്ഷികളായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് നമുക്കങ്ങ് പറയാം. അപ്പോൾ ഇപ്പോൾ അവർ രണ്ടുപേരും മാറുകയാണ്. എന്താ റീഅലൈൻമെൻറ്റ്? അത് റീഗ്രൂപ്പിംഗ് ആവാം, റീഅലൈൻമെൻറ്റ് ആവാം. ഏത് വാക്കും ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് NSSന്റെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണെന്ന്? ലീഗിൻ്റെ ആണെന്ന് ആരാണ് പറഞ്ഞത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയോ സമുദായ ശക്തികളോ പറഞ്ഞ ഒരാൾ മുഖ്യമന്ത്രിയായിട്ടുണ്ടോ? ഒരു മന്ത്രിസ്ഥാനമോ കൊടുക്കും NSSന്റെ താല്പര്യം അനുസരിച്ചോ അല്ലെങ്കിൽ ക്രൈസ്തവ താല്പര്യങ്ങൾ അനുസരിച്ച് ചില മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ ചില തീരുമാനങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് ആർശങ്കർ പോലും ഇങ്ങോട്ട് നോക്കൂ. കെ കരുണാകരൻ അല്ലെ ആന്റണി, ഉമ്മൻചാണ്ടി, ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു സാമുദായിക ശക്തികളുടെ പ്രതിനിധിയായിട്ട് വന്നതാണോ? ഇനി അത് കേരളത്തിൽ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം, രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രിയാകാൻ എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിന് അർഹതയുമുള്ളവരാണ്, യാതൊരു സംശയമില്ല. നല്ല ഒന്നാന്തരം പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അന്ന് പല കാരണങ്ങളാൽ വീണ്ടും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഈ രാഷ്ട്രീയത്തിൽ ഒത്തിരി ഭാഗ്യങ്ങളും അവസരങ്ങളൊക്കെ ഉണ്ടെന്നേ. അദ്ദേഹത്തിൻ്റെ യോഗ്യതയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഇങ്ങനെ NSSൻ്റെയോ അല്ലെങ്കിൽ സമസ്തയുടെയോ മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ SNDPയുടെയോ ഒക്കെ പിന്തുണയോടുകൂടി കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ ദോഷകരമായിട്ട് വരത്തേ ഉള്ളൂ. അതിപ്പം ഇവിടെ കെ സി വേണുഗോപാലാണോ രമേശാണോ സതീശനാണോ മുഖ്യമന്ത്രി എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത്തരം ഒരു തർക്കത്തിലില്ല. 1.5 കൊല്ലത്തിന് ശേഷം പല രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് ശേഷം നടക്കേണ്ട ഒരു കാര്യം, ഒരു തീരുമാനമാണ്. പക്ഷേ ഈ റൂട്ട് പിടിച്ചാൽ ഇപ്പോൾ ഈ NSS സമ്മേളനത്തിന് വിളിച്ചു, നല്ല കാര്യമാണ്. 10 വർഷം NSS വിളിച്ചിട്ടില്ല. രമേശിന് വല്ലതും സംഭവിച്ചോ? കെ സി വേണുഗോപാലിനെ നേരത്തെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സതീശനും അവിടെ NSSന്റെ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ മാരാമൺ കൺവെൻഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു വ്യാജ വാർത്തയല്ല, തെറ്റിദ്ധാരണ പരത്തരുത്. അവിടെ യുവജന സമ്മേളനത്തിന് സതീശനെ വിളിച്ചതാണ്, ക്ഷണിച്ചതാണ്, തീയതി നിശ്ചയിച്ചു കൊടുത്തതാണ്. ഇത് നേരത്തെ മറ്റാരും പോയതുപോലല്ല. അവിടെ CB കുഞ്ഞിരാമൻ, അച്യുതമേനോൻ, അതിനുശേഷം ശശി തരൂർ, 4മതൊരു രാഷ്ട്രീയക്കാരനെ അവിടെ പ്രസംഗിക്കാൻ വിളിച്ചത് സതീശനെയാണ്. പക്ഷേ അത് റദ്ദ് ചെയ്തത് അല്ലെങ്കിൽ അത് നടക്കാതെ പോയത് മർത്തോമാ സഭയ്ക്കുള്ളിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ വിട്ടതുകൊണ്ടോ കെ സി സതീശൻ വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടൊന്നുമല്ല. അതെനിക്ക് ഈ 4 പേരിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം. അത് മർത്തോമാ സഭയ്ക്കുള്ളിലെ ഒരു സംഭവവികാസത്തിൽ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര പ്രശ്നം എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഇപ്പം NSS വിളിച്ചപ്പോൾ നമ്മുടെ SNDP പ്രസിഡന്റ് പറഞ്ഞല്ലോ, ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, അദ്ദേഹം പിന്തുണച്ചല്ലോ. അവസാനം NSS പറഞ്ഞു, അല്ലെ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ മകനാണെന്ന്. അപ്പോൾ എന്തുവാ വെള്ളാപ്പള്ളി പറഞ്ഞത്? മറക്കരുത്, കോൺഗ്രസ് നേതാക്കന്മാർ മറക്കരുതാത്തൊരു കാര്യമാണ്. എന്താ പിന്നെ ഈ മകൻ ഏത് അച്ഛനോടായിരിക്കും കൂടുതൽ അടുപ്പമെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ, എന്നാൽ പിന്നെ ആ അച്ഛൻ്റെ മകനായിട്ട് അങ്ങ് ഇരുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പം അതുകൊണ്ട് വർഗീയ ശക്തികളെ അല്ലെങ്കിൽ സാമുദായിക ശക്തികളെ ചെന്ന് കണ്ടവരെ പ്രീണിപ്പിച്ച് അവരുടെ യോഗങ്ങളിൽ വിളിക്കപ്പെട്ട് ഒന്നും ആരും മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കാതെ ദോഷം ചെയ്യത്തേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് യാതൊരു സംശയവും വേണ്ട. ഇവിടെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട്. ഇവിടെ സതീശനെ പോലെ ഉണ്ട്. പക്ഷേ സതീശൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് നിലവിലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. ഇനി കെ സി വേണുഗോപാലിന് വന്നുകൂടെ? ഇപ്പം തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിലും കെ കരുണാകരൻ 1995 മാറിയപ്പോൾ ഡൽഹിയിൽ നിന്ന് ആന്റണിയല്ലേ വന്നത്? ഇവിടെ പലരും ശ്രമിച്ചതാണല്ലോ, ആഗ്രഹിച്ചതാണല്ലോ, നടന്നില്ലല്ലോ. ഇതൊക്കെ കോൺഗ്രസിൽ സംഭവിക്കാം. ശ്രമം നടക്കുന്നുണ്ടോ എന്ന കാര്യമാണ് സംശയം. KPCC പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു. അതേപോലെ തന്നെ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ച് ഈ തർക്കം പരിഹരിച്ചു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെടാൻ പോവുകയാണ് UDF കൺവീനറോട്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സതീശൻ സുധാകരൻ പ്രശ്നം തീരുമോ? തീരുമെന്ന് 61%, പ്രേക്ഷകരും തീരില്ല എന്ന് 35%. അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.